വേൾഡ് ക്യാമ്പസ് കണക്ട് മെയ് 2 കണ്ണൂർ ഹോട്ടൽ സ്കൈ പേൾ, മെയ് 3 കോഴിക്കോട് ഹൈസൻ ഹെറിറ്റേജ്. എക്സിറ്റ് പോളെല്ലാം ശരിയായ രൂപത്തിലായിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം LDF ഭരണത്തിൽ വരുമായിരുന്നില്ല. നിങ്ങൾ ഓർമ്മിക്കുമല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ പല എക്സിറ്റ് പോളും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ വലിയ ഭൂരിപക്ഷം കിട്ടിയ പല MLA മാരും പരാജയപ്പെടുമെന്നായിരുന്നു എക്സിറ്റ് പോളിൻ്റെ പ്രവചനം. പ്രത്യേകിച്ചും ഞാൻ ചില മണ്ഡലം എടുത്തു പറയാം. ഇപ്പോൾ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് പരാജയപ്പെടുമെന്നായിരുന്നു കഴിഞ്ഞ എക്സിറ്റ് പോൾ പറഞ്ഞു. 82,000 വോട്ട് അദ്ദേഹം റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചത്. റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് നിലവാരം. മണിയാശാൻ ഉടുമ്പൻചോലയിൽ പരാജയപ്പെടുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പറഞ്ഞത്. അദ്ദേഹം 30,000-ൽ പര വോട്ടിനാണ് ഉടുമ്പൻചോലയിൽ ജയിച്ചത്. അപ്പോൾ ആ എക്സിറ്റ് പോളും ആ റിസൾട്ടും തമ്മിൽ ഏതെങ്കിലും അടുത്ത ബന്ധം പോലും ഉണ്ടോ? കായംകുളത്ത് പ്രതിഭ പരാജയപ്പെടുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പറഞ്ഞത്. നല്ല ഭൂരിപക്ഷത്തിലല്ലേ അവിടെ ജയിച്ചത്. ഇങ്ങനെ കേരളത്തിൽ നിരവധി മണ്ഡലങ്ങൾ LDF പരാജയപ്പെടുമെന്ന് പറഞ്ഞിരുന്നത് വിജയം കണ്ടു എന്ന് മാത്രമല്ല, കേരളത്തിൽ LDF അധികാരത്തിൽ വന്നാൽ 75-ഓ 78-ഓ ഒക്കെ വരെ മാത്രമേ വരുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് 99 സീറ്റുകൾ നേടിയാണ് കഴിഞ്ഞ പ്രാവശ്യം എക്സിറ്റ് പോളിൻ്റെ എല്ലാ വിധിയേക്കാളും മറികടന്ന് നല്ല മജോറിറ്റിയിൽ LDF അധികാരത്തിൽ വന്നു. ഒരു എക്സിറ്റ് പോളിനും അത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയാൻ കഴിഞ്ഞിരുന്നില്ല, നിങ്ങൾ ഓർക്കും. അതുകൊണ്ടാണ് കൃത്യമായി കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർക്കം നല്ലതാണെന്ന് പറഞ്ഞത്. അപ്പോൾ എക്സിറ്റ് പോളെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. ചില ഘട്ടങ്ങളിൽ ചിലത് ശരിയായി വന്നിട്ടുണ്ടാവാം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചുള്ള മുൻ അനുഭവങ്ങൾ വെച്ചും ഇതുവരെയുള്ള നമ്മുടെ ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കിയ ഉള്ളടക്കങ്ങൾ വെച്ചും എക്സിറ്റ് പോളിനേക്കാൾ വ്യത്യസ്തമായിരിക്കും കേരളത്തിലെ 4-ാം തീയതി വരാൻ പോകുന്ന റിസൾട്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മജോറിറ്റി കിട്ടുന്ന രൂപത്തിലേക്കായിരിക്കും കേരളം വിധി എഴുതാൻ പോകുന്നത്. എക്സിറ്റ് പോൾ അല്ല വലുത്, ജനവിധിയാണ് വലുത്. ആ ജനഹിതം എടുക്കുമ്പോൾ ജനഹിതം LDFന് അനുകൂലമായിരുന്നു. ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലെങ്ങും എവിടെയും കാണാൻ കഴിഞ്ഞിരുന്നില്ല. പൊതുവിൽ ജനകീയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും കഴിഞ്ഞ ഒരു ഗവൺമെൻറ്റാണ് രണ്ടാം പിണറായി സർക്കാർ. അത് നന്നായി അനുഭവിച്ച് ആസ്വദിച്ചറിഞ്ഞിട്ടുള്ളൊരു ജനതയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണങ്ങൾ ആ രൂപത്തിൽ തന്നെ ആയിരിക്കുമെന്നുള്ളത് നമുക്ക് വെട്ടിപൊട്ടിക്കുമ്പോൾ അറിയാം. ഇപ്പോൾ ഏതായിരുന്നാലും നമുക്ക് കണ്ടിടത്തോളം ഈ റിസൾട്ടിനകത്ത് വന്ന എക്സിറ്റ് പോളിലും ഒരു തരംഗമുള്ളതായി എവിടെയും പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി ഒരു തരംഗത്തിൻ്റെ ഉള്ളടക്കം ഉണ്ടെങ്കിൽ മാത്രമേ ആ രൂപത്തിലേക്ക് മാറി പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയൂ. അത്തരം ഒരു സ്ഥിതി ഇല്ലെങ്കിൽ 98 MLA-മാരുണ്ടായിരുന്ന LDFനെ സംബന്ധിച്ചോളം അതിൽ ഏതാനും ചില മണ്ഡലങ്ങളിലൊക്കെ ചില കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷ MLA-മാരും മണ്ഡലം നന്നായി പരിഗണിച്ചവരും പരിരക്ഷിച്ചവരും നന്നായി മണ്ഡലത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ടവരാണ്. അവരെല്ലാം ഒരുപോലെ ജനങ്ങൾ തൂത്തുമാറ്റും എന്നൊരു ധാരണ ആർക്കും വേണ്ട. നല്ല നിലയിൽ ഈ കാര്യത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരാണ് പൊതുവിൽ ഇടതുപക്ഷ മുന്നണിയുടെ MLA-മാരെല്ലാം. അതൊക്കെ കൊണ്ട് തന്നെ ഈ രംഗത്ത് നമുക്കിപ്പം വന്നിട്ടുള്ള എക്സിറ്റ് പോളിൻ്റെ ഉള്ളടക്കം ഒരു തരംഗത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ സൂചന പോലും എങ്ങും എവിടെയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ പരിശോധിക്കുമ്പോൾ എക്സിറ്റ് പോളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ഈ റിസൾട്ട് വരാൻ പോകുന്നു എന്നതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്. അതിപ്പോൾ അവർ അതിനു മുമ്പ് തന്നെ എത്രയോ പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പേ അവർ ആവേശത്തിലാണ്. നിങ്ങൾ കണ്ടല്ലോ, യഥാർത്ഥത്തിൽ പോളിംഗ് കഴിഞ്ഞും ഈ എക്സിറ്റ് പോൾ വരുന്നതിന് മുമ്പും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി എത്ര വലിയ കടിപിടിയാണ് നടക്കുന്നത്. എന്തൊരു അപമാനകരമായ സാഹചര്യമാണ്. UDFന് വോട്ട് ചെയ്തവർ പോലും കേരളത്തിൽ അടക്കം പറിച്ചിരുന്നു. ഞങ്ങളോട് ചില ആളുകൾ സംസാരിച്ചു, വോട്ട് ചെയ്തത് അബദ്ധമായി പോയോ എന്നിപ്പോൾ തോന്നുന്നു. കാരണം അത്രത്തോളം നമ്മൾ കണ്ടു കസേര കളി. ഒരാൾ ദേശീയ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് പത്രങ്ങളിൽ പ്രത്യേകമായി തൻ്റെ പൂർവ്വകാല ചരിത്രം ഉൾപ്പെടെ അവതരിപ്പിക്കുന്നു. മറ്റു ചില ആളുകൾ ഫ്ലെക്സ് ബോർഡ് വെച്ചുകൊണ്ട് താനാണിതിന് അർഹൻ ബോധ്യപ്പെടുത്തുന്നു. മറ്റു ചില ആളുകൾ താനാണിതിനെല്ലാം അവകാശി എന്ന രൂപത്തിൽ നിൽക്കുന്നു. മറ്റു ചില ആളുകൾ ഞാനാണിതെല്ലാം ഓർഗനൈസ് ചെയ്തെന്ന് പറഞ്ഞ് നിൽക്കുന്നു. എത്ര മുഖ്യമന്ത്രിമാരാണ് കേരളത്തിൽ വരുന്നത്? അപ്പോൾ ആ രൂപത്തിലേക്കുള്ള ചേരിതിരിഞ്ഞുള്ള സംഘടനകൾ അവർ കുറേ നാളായി തുടങ്ങി. ഇവിടെ പോളിംഗ് കഴിഞ്ഞു, പോളിങ്ങിന് ശേഷവും ഒക്കെ തന്നെ ഇതാണ് UDFൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ പ്രകടിപ്പിക്കുന്ന ആവേശത്തിന് അവർക്ക് സ്വപ്നം കാണാനുള്ള അവകാശമുണ്ട്.
അവർക്ക് സ്വപ്നം കാണുമ്പോൾ അവർ ചക്രവർത്തിയാകുന്നതിനെ കാണുന്നതാണ് നല്ലത്, മറിച്ച് മറ്റേതെങ്കിലും രാഷ്ട്രീയമായിട്ട് കാണേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സ്വപ്നം കാണാൻ 4-ാം തീയതി വരെ എല്ലാവർക്കും അവകാശമുണ്ട്, അവരത് കണ്ടോട്ടെ. ഇടതുപക്ഷ ജനാധിപത്യത്തിനെ സംബന്ധിച്ചോളം ഞങ്ങളൊരു അഹന്തയോ ഒരഹങ്കാരമോ ഒരു ഗർവമോ പ്രകടിപ്പിക്കാതെ ജനങ്ങളിലാണ് ഞങ്ങൾക്ക് വിശ്വാസം. ആ ജനങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ജനങ്ങളിലുള്ള വിശ്വാസം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് എക്സിറ്റ് പോളിനേക്കാളെല്ലാം പ്രധാനം ജനഹിതമാണ്. അവരുടെ വിധി വരട്ടെ. അത് 4-ാം തീയതി വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അവരുടെ മുമ്പിൽ ഏതെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ജനപ്രതിനിധികൾ ദാസന്മാരായിരിക്കണമെന്നാണ് ജനാധിപത്യത്തിൻ്റെ അർത്ഥപൂർണമായ സങ്കല്പം. അത് മനസ്സിലാക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥികളായിരുന്നവരും നേരത്തെ MLA-മാരായിരുന്നവരും മന്ത്രിമാരായിരുന്നവരും ഒക്കെ ആ നിലവാരം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയവരാണ്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും ആര് മുഖ്യമന്ത്രിയാകണമെന്നോ ആര് മന്ത്രിയാകണമെന്നോ ഒരു ചർച്ച ഞങ്ങൾ എവിടെയും നടത്തിയിട്ടില്ല. ഒരു തരത്തിലുള്ള അഹങ്കാരവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ അഭിപ്രായം LDF-ന് അനുകൂലമായിരിക്കും, അത്രത്തോളം കാര്യങ്ങൾ നടപ്പാക്കിയ ഒരു ഗവൺമെൻറ് എന്ന രൂപത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ റിസൾട്ട് ആ രൂപത്തിൽ കാണേണ്ടതാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് വന്നിരുന്നു, മധ്യകേരളത്തിൽ വലിയൊരു മൂവ്മെന്റ് അതോടുകൂടി LDF ഉണ്ടാവുകയും ചെയ്തു. ആ ഒരു നേട്ടം ഇത്തവണയും മധ്യകേരളത്തിൽ ഉണ്ടാകുമോ? നിശ്ചയമായും ഈ പ്രാവശ്യവും കേരള കോൺഗ്രസ് വന്നതിൻ്റെ ഗുണങ്ങൾ മധ്യകേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഈ പ്രാവശ്യം കോട്ടയം ജില്ലയിൽ പാലായടക്കം വിജയം കൈവരിക്കുന്ന രൂപത്തിലേക്ക് എത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ കാര്യത്തിലൊന്നും ഒരു മാറ്റം ഉണ്ടാവാൻ ഇടയില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ് വന്നതിന് ശേഷമുള്ള യോജിപ്പോടു കൂടി ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്ന കാര്യം സംശയം വേണ്ട. ഈ വി ഡി സതീശൻ ക്ലീൻ സ്വീപ്പ് എന്ന് പറഞ്ഞ 5 ജില്ലകളിൽ അതിൽ 3 മധ്യകേരളത്തിലാണ്, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം. അദ്ദേഹം ഇപ്പം മാത്രമല്ല പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അർത്ഥപൂർണമായിട്ടുണ്ടോ? കേരളത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം കോടതിയിൽ നിന്ന് പോലും പിൻവലിച്ച് ഓടേണ്ടി വന്നില്ലേ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് ഞാൻ മാത്രമല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അവസാനം അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്ന കേസ് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ലല്ലോ, ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ചാണ്. അതേപോലെ തന്നെ അതിനോടൊപ്പം ചേർന്ന് മറ്റു ചില ആളുകളും കൊടുത്തുള്ള കേസുകൾ 5ഓളം കേസുകൾ കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത നിലപാടുകൾക്കെതിരെ കൊടുത്ത് 5ഉം യഥാർത്ഥത്തിൽ കേരള ഹൈക്കോടതി കടലാസ് വില പോലും കൽപ്പിക്കാതെ തള്ളുന്ന രംഗം നമ്മൾ കണ്ടു. ഞാൻ എൻ്റെ എല്ലാം വിശദാംശങ്ങളിൽ ഇപ്പോൾ പോകേണ്ട കാര്യമില്ല, എനിക്കറിയാം. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എപ്പോഴെങ്കിലും യാഥാർത്ഥ്യബോധത്തോടുകൂടി പ്രശ്നങ്ങളെ സമീപിച്ചിട്ടുണ്ടോ? എല്ലാ നല്ല കാര്യങ്ങളെയും എതിർക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവല്ല ഇവിടെ. അതുകൊണ്ട് യഥാർത്ഥ പ്രതിപക്ഷം വരേണ്ടത് സൃഷ്ടിപരമായ വിമർശനങ്ങളും ക്രിയാത്മക നിർദ്ദേശങ്ങളും മുൻവെച്ചുകൊണ്ടായിരിക്കണം യഥാർത്ഥ പ്രതിപക്ഷങ്ങൾ വരേണ്ടത്. അത്തരൊരു സ്ഥിതി ആയിരുന്നില്ല കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ, ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രതിപക്ഷം. അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി പ്രശ്നങ്ങളെ സമീപിക്കാതെയും എല്ലാ തരത്തിലും തെറ്റായ കാര്യങ്ങളും അടിസ്ഥാനരഹിതമായ ഉള്ളടക്കങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പലപ്പോഴും കാര്യങ്ങളെ സമീപിച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിലും കേരളത്തിലെ ജനങ്ങൾ നല്ല ധാരണയോടെ ഈ കാര്യം മനസ്സിലാക്കും എന്ന കാര്യമാണ് ഞങ്ങൾ ഉറച്ചു പറയുന്നത്.